ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ട്രാവലിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ എറണാകുളം ടു ട്രിവാൻഡ്രം. ഇപ്പോൾ ഏർലി മോർണിംഗ് ഒരു 4 AM ആയിട്ടുണ്ട്. ആ ടൈമിലാണ് നമ്മൾ പോകുന്നത്. റൊസാന ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആകെ ടയേർഡാണ്. ആ ടൈമിൽ അവൻ പുതച്ച് കിടന്ന് ഉറങ്ങാനുള്ളൊരു സെറ്റപ്പ് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ പോകുന്നത് നേരെ ട്രിവാൻഡ്രമാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ആലപ്പിയിൽ ഇറങ്ങിയിട്ട് അമ്മേനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. എന്താ പറയുക, ഒരു വെളുപ്പാങ്കാലത്ത് കുളിച്ച് ഇറങ്ങിയ ഒരു സീനാണിത്. സോ നമ്മളിനി എന്താ പറയുക, നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ ഈ സോങ് കൂടെ കേട്ടപ്പോൾ ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു ചേർത്തല ആ ഒരു ഏരിയയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യമേ മോർണിംഗിൽ ഈ ഒരു സോങ് കേൾക്കുമ്പോൾ ഒരു രസം. എനിക്കത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേൾക്കൊക്കെ ചെയ്യുന്നത്, ഈ സോങ് ഇത്രയും ഫുള്ളായിട്ടുള്ളത്. സോ നമ്മൾ അവിടെ നിന്ന് നേരെ ആലപ്പിയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ആലപ്പിയിൽ പോയിട്ട് അമ്മേനെ പിക്ക് ചെയ്യണം. പിന്നെ അവിടെ ചെന്നിട്ട് വേണം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങ് തിരുവനന്തപുരം പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ കോപ്പൈൻ കുഞ്ഞിൻ്റെ മാരേജാണ്. എൻ്റെ അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ആര്യാസ് കോപ്പൈൻ എന്നൊക്കെ പറയും. സോ അവിടെ മാരേജാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ നമ്മളിപ്പോൾ അങ്ങനെ ആലപ്പിയിലേക്ക് പോയി. ആലപ്പി എത്തി. റോസ നല്ല ഉറക്കമാണ് ആ ടൈമിൽ. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ സാരി യൂസ് ചെയ്യുന്നത്. സാരി എനിക്ക് തോന്നുന്നു ഒരു 2017 ഞാൻ ലാസ്റ്റ് ഉടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഉടുത്തിട്ടില്ല. പിന്നെ കോട്ടൺ ആയതുകൊണ്ട് കുറച്ച് കംഫർട്ടായിട്ട് തോന്നി. സോ ഇതിൻ്റെ കോസ്റ്റ്യൂം കംപ്ലീറ്റ് എനിക്ക് സ്റ്റിച്ച് ചെയ്തതും അല്ല അതൊക്കെ എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയും റോസും ബാക്ക് സീറ്റിലുണ്ട്. അവർ ഭയങ്കര പുരാണമാണ് ആ ടൈമിൽ. സോ എന്താ പറയുക, ഈ കാറിൽ ഇരുന്നപ്പോൾ തന്നെ കുറേ പോസും സെൽഫീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്കെന്തോ ഒരുങ്ങി കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനും സെൽഫായിട്ട് തന്നെ അത് കാണാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സോ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയപ്പോൾ വിചാരിച്ചില്ല ഇത്രയും ലോങ് ഇരിക്കേണ്ടി വരുമെന്ന്. ഭയങ്കര ലോങ് ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര എൻജോയ് ചെയ്താണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കായംകുളം എത്തിയപ്പോഴേക്കും നമ്മൾ നിർത്തിയായിരുന്നു. അവിടെ ഒരു ആര്യാസിൽ കയറിയിട്ടാണ് ദോശ കഴിച്ചത്. ഞാൻ ഇതുവരെ ദോശയുടെ കൂടെ സാമ്പാർ അങ്ങനെ ആര്യാസിൽ കയറി കഴിക്കാറില്ല. പക്ഷേ സാമ്പാർ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവിടുത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ പറയുക, ഒരു ചമ്മൽ. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടൊക്കെ നടക്കുമ്പോൾ ഒരു ചമ്മലുണ്ടാവുമല്ലോ. സോ അതെനിക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഇതും സെയിം ഞാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്താ പറയുക, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ കാറിയിരുന്നതിന് എടുത്തു. അതൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. പോയി ലാസ്റ്റ് എത്തിയിട്ടോ. നമ്മൾ തിരുവനന്തപുരം എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കോലം ആകെപ്പാട് ഭയങ്കര ടയേർഡായിപ്പോയി. ഇത്രയും ട്രാവൽ ചെയ്യേണ്ടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു കല്യാണത്തിന് പോയ പോക്കാണ്. സോ ഒരുപാട് എൻജോയ് ചെയ്തു. ട്രിവാൻഡ്രം ട്രിപ്പൊക്കെ ഞാൻ എൻ്റെ മുടിയൊക്കെ അയച്ചിട്ട് ഇങ്ങനെ ഈ കോലമായി. പിന്നെ നമ്മൾ കാറിരുന്ന് തന്നെയാണ് പെട്ടെന്നൊന്ന് റെഡിയായത്. അങ്ങനെ കാറിരുന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി. നമ്മൾ കല്യാണത്തിലെത്തി. ചെക്കന് പെണ്ണതാണ്. അങ്ങോട്ടേക്ക് കയറിയിരുന്ന് ഷൂട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നാടാണ്. സദ്യയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ടൈം തിരുവനന്തപുരം സ്റ്റൈൽ സദ്യ. എന്താ പറയുക, 3 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അടപ്രഥമൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ശർക്കര പായസം ഉണ്ടായിരുന്നു, ക്യാരറ്റ് പായസം ഉണ്ടായിരുന്നു, പാലട പ്രഥമൻ വിത്ത് ബോളി. ഞാൻ ബോളിയായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു 20ക്ക് മേലെ 25 കൂട്ടം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിച്ച് തീർത്തതിൻ്റെ ഒരു കണക്കിനാണ്. പക്ഷേ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം. എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് വർഷമായി നമ്മൾ കല്യാണമൊന്നും ഇങ്ങനെ ഹിന്ദുസിൻ്റെ വന്നിട്ടില്ല. അതുകൊണ്ട് സദ്യ കഴിച്ചിട്ട് ഒത്തിരി വർഷങ്ങളായതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പരിപ്പ് അതിൻ്റെ കൂട്ടിൽ നെയ്യ് ഒഴിച്ച് തരും. പക്ഷേ എനിക്ക് പരിപ്പിൻ്റെ പയറിനകത്താണ് നെയ്യ് ഒഴിച്ച് തരുന്നത്. പക്ഷെ നല്ലതാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. കാരണം നമുക്കിനി ട്രാവൽ ചെയ്ത് ബാക്ക് ടു ആലപ്പി ചെന്ന് അമ്മേനെ അവിടെ ഇറക്കിയിട്ട് നമുക്ക് എറണാകുളം പോകാനുള്ളതാണ്. സോ നമ്മൾ തിരിച്ചു പോയത് തിരുവല്ല റൂട്ടാണ് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞങ്ങൾ വന്ന റൂട്ട് പോയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ നമ്മൾ തിരുവനന്തപുരം റൂട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സോ നമ്മളവിടെ പോയി. എന്താ പറയുക, സത്യത്തിൽ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കാതിൽ കേൾക്കുന്ന കമ്മൽ കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ഒത്തിരി ടയേർഡായി പോയി. സാരിയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വീടിച്ച് നയിച്ചാൽ മതി എന്നുള്ളൊരു ആ ഒരു ഫീലാണ് കേട്ടോ. സോ നമ്മൾ പോകുന്നത് ഇതൊക്കെ TVM ഏരിയസാണ്. എനിക്ക് സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് സൗണ്ടൊക്കെ വന്ന് എന്താ പറയുക, എനിക്ക് ഒത്തിരി സംസാരിക്കാനും പറ്റില്ല. തിരുവനന്തപുരം സിറ്റി ഞാൻ കംപ്ലീറ്റ്ലി ഒന്ന് കറങ്ങുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഒരുപാട് പ്ലേസൊന്നും നമ്മൾ വിസിറ്റ് ചെയ്തില്ല കേട്ടോ. എറണാകുളത്ത് നിന്ന് ഇറങ്ങി കല്യാണം കൂടി അപ്പം തന്നെ നമ്മളോട് തിരിച്ച്
റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് നമുക്കിനി മാപ്പ് നോക്കി വേണം കേട്ടോ പോകാൻ. വന്ന റൂട്ടല്ല പോകുന്നത്, വേറെ റൂട്ടായതുകൊണ്ട്. സോ വന്ന റൂട്ടിനെക്കാട്ടി കുറച്ചുകൂടി ട്രാവലിംഗ് കൂടുതലാണെങ്കിലും റോഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി കേട്ടോ. നമ്മളങ്ങനെ രാത്രിയായപ്പോൾ ഇപ്പം നമ്മൾ ആലപ്പി എത്തി. സോ അമ്മേനെ ആലപ്പിയിലാക്കിയിട്ട് നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോകാൻ കേട്ടോ. സോ അവിടെ ചെന്നപ്പോഴത്തെ കുറച്ച് പിക്സൊക്കെ ഞാൻ എൻ്റെ കൂട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ. ആൻഡ് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ബൈ.